തീവ്ര പരിഷ്കരണം കഴിഞ്ഞെത്തിയ പുതിയ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തിയോ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ SIR നിർണയിക്കും ഫലം. തുടർച്ചയായ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവ് അടയാളപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ SIRന് ശേഷം 7 ലക്ഷത്തിലധികം വോട്ടർമാരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം കൊഴിഞ്ഞുപോക്കുണ്ടായത് NDA വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലും. 3.03 ലക്ഷം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 93 എണ്ണത്തിലും വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. എന്നാൽ SIRനെ ചൊല്ലി വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്ന മലപ്പുറം ജില്ലയിൽ 2.19 ലക്ഷം വോട്ടർമാർ വർദ്ധിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ SIRന് എന്താ കാര്യം? SIRന് മുൻപ് 2025 ഒക്ടോബറിൽ വോട്ടർ പട്ടിക മരവിപ്പിച്ച ഘട്ടത്തിൽ കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം 2.78 കോടിയായിരുന്നു. മാർച്ച് 23 പുറത്തിറക്കിയ പുതിയ പട്ടിക പ്രകാരം ഇത് 2.71 കോടിയായി. 140 മണ്ഡലങ്ങളിൽ 93 എണ്ണത്തിലും വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. ഈ കുറവ് ഏറ്റവും കൂടുതൽ പ്രകടമായത് തെക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരത്ത് 46,555, വട്ടിയൂർക്കാവിൽ 40,371, നേമത്ത് 36,256, കഴക്കൂട്ടത്ത് 30,931 വോട്ടർമാരാണ് കുറഞ്ഞത്. ഈ മണ്ഡലങ്ങളിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കൂടെ ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് ആന്റണി രാജു വിജയിച്ചത് 7,089 വോട്ടുകൾക്കും വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് വിജയമുറപ്പിച്ചത് 21,515 വോട്ടുകൾക്കുമാണ്. കടുത്ത മത്സരം നടന്ന നേമത്ത് 3,949 വോട്ടുകൾക്ക് V ശിവൻകുട്ടിയും കഴക്കൂട്ടത്ത് 23,497 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രനും ജയിച്ചു. 4 സീറ്റുകളിലെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് ഇത്തവണ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം. കഴിഞ്ഞ വർഷം 10,970 വോട്ടുകൾക്ക് TJ വിനോദ് തെരഞ്ഞെടുക്കപ്പെട്ട എറണാകുളം മണ്ഡലത്തിലും 30,000-ലധികം വോട്ടർമാർ കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് 41 മണ്ഡലങ്ങളിൽ 10,000-നും 20,000-നും ഇടയിൽ വോട്ടർമാർ കുറഞ്ഞു. 27 മണ്ഡലങ്ങളിൽ 5,000 മുതൽ 10,000 വരെയും 20 മണ്ഡലങ്ങളിൽ 5,000-ന് താഴെയുമാണ് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവ്. ത്രികോണ മത്സരം നടക്കുന്ന ചെറിയ ഭൂരിപക്ഷത്തിന് ഫലം നിശ്ചയിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഈ മാറ്റം നിർണായകമാണ്. വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയ 47 മണ്ഡലങ്ങളും വടക്കൻ കേരളത്തിലാണുള്ളത്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു. മലപ്പുറം ജില്ലയിൽ തിരൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനവ്. തൊട്ടുപിന്നിൽ വേങ്ങരയും. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിൽ 13-ലും 10,000 മുതൽ 22,000 വരെ വോട്ടർമാരുടെ എണ്ണം കൂടി. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യാപകമായി വോട്ടർമാരെ കൊണ്ടുവന്ന് പേര് ചേർത്തെന്നായിരുന്നു തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ ഉയർന്ന വിവാദങ്ങളിലൊന്ന്. ഇതിൽ നിയമപരമായി തെറ്റില്ലെന്നും കാശ്മീരിൽ നിന്ന് വരെ വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർക്കുമെന്നും BJP നേതാവ് പ്രതികരിച്ചത് അന്ന് വലിയ വിവാദവുമായി. ഇത്തരത്തിൽ ഏതെങ്കിലും മണ്ഡലം പിടിക്കാനായി പേര് ചേർക്കപ്പെട്ട വോട്ടർമാർക്ക് SIRോടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അതിനുള്ള ഉത്തരമാകും ഈ തെരഞ്ഞെടുപ്പ്. ശക്തി കേന്ദ്രങ്ങളെന്ന് നമ്മൾ ധരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊന്നും ചിലപ്പോൾ യഥാർത്ഥ ശക്തി കേന്ദ്രങ്ങളാവാതിരിക്കാനും സാധ്യതയുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ SIR ആരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കാം.